ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ രാവിലെ എണീറ്റ് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ ക്രിസ്മസ് ആ സമയമായിട്ട് ഭയങ്കര തണുപ്പാണ്. അങ്ങനെ രാവിലെ ഇറച്ചി മേടിക്കാനായിട്ട് പോവാണ്, ബീഫ് മേടിക്കാൻ. ക്രിസ്മസ് ആയിട്ട് ഞങ്ങളൊക്കെ ഇവിടെ രാവിലെയാണ് പോയി മേടിക്കുന്നത്. അങ്ങനെ മേടിക്കുന്നതിന് വഴി കുരിശുമൂടി കയറി മെഴുകുതിരിയൊക്കെ കത്തിച്ചു. ഞാൻ ഹസ്ബൻഡിനും കൂടി വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുക. അച്ഛൻ ഇങ്ങനല്ല, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടി ഇങ്ങനല്ല, മുഖം കാണിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അച്ഛൻ അങ്ങനെ വീഡിയോ എടുക്കാത്തിട്ട് ഞാൻ ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ അങ്ങനല്ല വീഡിയോ എടുക്കത്തേക്ക് ഇപ്പോൾ വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാകുമ്പോൾ എപ്പോഴും ടോം ആൻഡ് ജെറി പോലെയാണ്, എപ്പോഴും ഓരോ കാര്യം പറഞ്ഞ് ഇഷ്ടമുണ്ട്. അച്ഛൻ പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്നിടേ അങ്ങനെ എടുക്കുന്നത്. അച്ഛൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കും മാതാവിൻ്റെ ഒപ്പം പോയി വീഡിയോ എടുക്കുന്നത്, അങ്ങനെയല്ല. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ഒരു ചെറിയൊരു സോങ് ഇടാൻ വേണ്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വരാറുണ്ട്. ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് മൂത്ത കുഞ്ഞിനെ കിട്ടിയത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് തിരിയും മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട്. അപ്പോൾ ആ മാതാവിനെ നിങ്ങൾക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് മൂത്ത ആളെ കിട്ടിയത്. അപ്പോൾ അയാൾക്ക് വേണ്ടി ഒരുപാട് ഇവിടെ ഒന്ന് തിരി എത്തിച്ച് പ്രാർത്ഥിച്ച് വെക്കുന്നുണ്ട്. ഇയാളെയും കൊണ്ട് ഒരുപാട് തിരുവനന്തപുരത്തൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് കുരിശുമുട്ടിനകത്ത് മെഴുകുതിരി കത്തിക്കത്തില്ല, വെളിയിലാണ്. അത് നല്ലൊരു സൗകര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാ കുരിശുമുട്ടിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മെഴുകുതിരി കത്തിക്കുമ്പോൾ അണഞ്ഞു പോകത്തില്ലല്ലോ. അപ്പോൾ ഇതാണ് ഹസ്ബൻഡിൻ്റെ പേര് ജോജി എന്നാണ്. അപ്പോൾ ഞാൻ നോക്കുകയാണ്, അച്ചാച്ചൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടോണ്ട് ഞാൻ നോക്കിയതാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഗണപതി ക്ഷേത്രത്തിൽ അമ്പലത്തിൽ ഇത് നടക്കുകയാണ്. പിന്നെ വീട്ടിൽ വന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഈ ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ രണ്ടെണ്ണം വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും തർക്കവും മൊത്തമായിരിക്കും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ സംസാരവും തർക്കം എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എടുക്കാൻ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെയാണ്. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുത്തു. കുറേ ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറയാൻ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുക. അങ്ങനെ ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾ വരത്തില്ല, അടുത്താളെ വിളിക്കുമ്പോൾ അടുത്താൾ വരത്തില്ല. അങ്ങനെയൊക്കെ ഭയങ്കര തരത്തിൽ. പിന്നെ മേലോട്ട് കയറിപ്പോയി നോക്കി. അങ്ങനെ മേലെ പോയി ഹാപ്പി ക്രിസ്മസ് ഒക്കെ പറഞ്ഞു എല്ലാവർക്കും. എങ്ങനെയുണ്ടെന്ന് പറ. അതല്ല പച്ചടിയൊക്കെ ഇട്ട് കഴിക്കും. അപ്പോൾ ഞങ്ങളങ്ങനെ ക്രിസ്മസ് പ്ലം കേക്കൊക്കെ മുറിച്ചു. ഹസ്ബൻഡും കുഞ്ഞുങ്ങളോട് നിന്ന് പ്ലം കേക്ക് മുറിക്കുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലം കേക്കൊക്കെ മുറിച്ചു. അമ്മയാണ് ഇരിക്കുന്നത്. ക്രിസ്മസിന് അങ്ങനെ പ്ലം കേക്ക് മുറിച്ച് മൂത്ത ആളുടെ വായിൽ വെച്ച് കൊടുത്തു, ഇളയാളുടെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ പ്ലം കേക്ക് മുറിച്ച് അങ്ങനെ എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ എനിക്കാണ് നീട്ടുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ക്യാമറ എടുത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ എൻ്റെ വായിൽ വെച്ച് തന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കൊടുത്തു. ഇത് എൻ്റെ അമ്മയാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയോടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അമ്മയ്ക്ക് പപ്പയില്ലാത്ത കൂടില്ലാത്തതുകൊണ്ട് ഞങ്ങളാണ് കൂടെ നിൽക്കുന്നത്. ഹസ്ബൻഡിൻ്റെ വീട് മഞ്ഞമംഗാലെ പുനലൂരാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അമ്മ ഇപ്പോൾ അവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല ക്രിസ്മസിന്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ക്രിസ്മസ് കഴിഞ്ഞു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ഈ ക്രിസ്മസ് അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പപ്പയില്ലാത്ത സ്ഥാനത്ത് എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ഇത്ര വർഷം ആഘോഷിക്കാൻ പറ്റുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ നിന്നത്. അങ്ങനെ അമ്മയുടെ കൂടെ ഓരോ നിമിഷവും എനിക്ക് കൂടെ സന്തോഷിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കൊച്ചുങ്ങളും പിന്നെ ആ പപ്പയില്ലാത്ത വിഷമം അമ്മ ഒരുപാട് മറക്കാൻ വേണ്ടി ഇപ്പോൾ ഇതൊക്കെയുള്ള വഴി. അപ്പോൾ ഞാനിപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിരുന്നെങ്കിൽ എൻ്റെ അമ്മയുടെ ഒറ്റപ്പെടലും വേദനകളൊക്കെ മാറ്റാൻ ഒരു നിമിഷം കൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്.
അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ അമ്മ കൂടെ ഉള്ളപ്പോഴാണ്. അങ്ങനെ കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ എടുത്ത് ഞങ്ങളുടെ ക്രിസ്മസ് ഹാപ്പി ആയിരുന്നു. നിങ്ങളുടെ ക്രിസ്മസൊക്കെ എങ്ങനെയാണെന്ന് താഴെ കമൻറ്റിൽ പറയണം. ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ പറയണം. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് പരിചയമൊന്നുമില്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ട്. ഹസ്ബൻഡാണ് കൂടുതൽ നിർബന്ധിച്ചത് യൂട്യൂബിൽ വീഡിയോ ഇട്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇപ്പോൾ സജീവമാകാൻ തുടങ്ങിയത്. എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ട് അറിയാം. പക്ഷേ ഈ വീഡിയോ എടുത്ത് വോയിസ് ചെയ്യാനോ അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഇതിപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പം എനിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് വോയിസ് ഓവർ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് ഈ പാട്ടിട്ടാൽ മതി എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തരണം. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയും വേണം. മാതാവിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈ ബൈ.